ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നൊരു മിൽക്ക് ബോളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂളില്ലാത്ത സമയത്തും സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. അത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 250 ml കപ്പിന് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ. കോൺഫ്ലവറിൽ ചിലപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തരിച്ച് ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു നുള്ളു മതി കേട്ടോ, ഒരുപാട് ആവണ്ട. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോൺഫ്ലവർ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണം. അപ്പോൾ 250 ml കപ്പിന് ഒരു 1/4 കപ്പിലും കുറച്ചും കൂടി വേണ്ട, ഒരു അരക്കപ്പൊന്നും വേണ്ട, അത്ര പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ നല്ല മധുരം വേണ്ടവർക്ക് ഒരു അരക്കപ്പൊക്കെ പഞ്ചസാര ഇടാം കേട്ടോ. അങ്ങനെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തത്. അതിലേക്ക് ഞാനൊരു അരക്കപ്പേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്ര ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ 1/4 കപ്പൊക്കെ പഞ്ചസാര നമ്മൾ സാധാരണ ഒരു 1/4 കപ്പ് എടുത്ത് ഒരു അരക്കപ്പ് മതി കേട്ടോ, അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഈ പാല് നല്ല പാലാണ് കേട്ടോ, നല്ല നെയ്യൊന്നും എടുക്കാത്ത നല്ല പാലാണ്, പശുവും പാലാണ് അപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ പാലിന് എന്തൊരു മഞ്ഞ കളറെന്ന്. പാലിൻ്റെ പാടങ്ങനെ പൊന്തി കിടക്കുകയാണ്. അപ്പോൾ ആ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടത്. ഒരു കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാനില എസൻസ് നല്ല ടേസ്റ്റാണ് ഇതിന്. മിൽക്ക് ബോളിന് നല്ലൊരു ടേസ്റ്റ് ആവും ഈ എസൻസും കൂടി കൂടുമ്പോൾ. എന്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ആവണം. ബാറ്റർ ഇതുപോലത്തെ കുറച്ച് ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഗ്യാസ് നന്നായി ചൂടാക്കി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തൊക്കെ പഞ്ചസാര ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പം ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അതുകൊണ്ട് ഹൈ സ്പീഡിലാക്കരുത്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ കാണാം, അങ്ങനെ കുറുകി വരുന്നതായി കാണാം കേട്ടോ. കോൺഫ്ലവർ ആയതുകൊണ്ട് കുറുകി വരുന്നത് കാണാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും, അത്ര ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഏകദേശം കുറുകി തുടങ്ങുന്നുണ്ട്. ഇനി പഞ്ചസാര അരക്കപ്പ് ഇടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇടണ്ട കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡിന് പകരം ഇവിടെ കുറച്ച് പാൽപ്പൊടിയാണ് ഇടുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ മിൽക്ക് മെയ്ഡാണ് കയ്യിലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കണം. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ പാൽപ്പൊടി മിൽക്ക് മെയ്ഡൊന്നും കയ്യിലില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം, ഇത് മാത്രം മതി. എന്നാലും മിൽക്ക് ബോൾ റെഡിയാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും നല്ല പാൽപ്പൊടി ഉണ്ട്. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ഇട്ടാൽ ഈ മിൽക്ക് ബോളിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കുറുകി തുടങ്ങുന്നുണ്ട് കേട്ടോ. അത് കുറുകി ഇങ്ങനെ വരുമ്പോൾ നമുക്കിനി വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനൊരു സ്പൂണ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സ്പൂണോളം ബട്ടർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ട് പല സമയത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ കുറച്ചിട്ട് അങ്ങനെ 3 പ്രാവശ്യത്തോളം ബട്ടർ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ ഇതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടും ഈ മിൽക്ക് ബോൾസിലേക്ക്. അപ്പോൾ അങ്ങനെ കുറേശ്ശെയായിട്ട് ഇത് കട്ട് ചെയ്ത് വരുന്നുണ്ട്. പാനിൽ നിന്ന് ഏകദേശം വിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കൂടി ബട്ടർ ഇതിലേക്ക് ഇട്ട് ഓഫ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ നമ്മളത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു പണിയുമില്ല, പിന്നെ നമ്മൾ ബോൾസ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ മിൽക്ക് ബോൾസിന്. അപ്പോൾ നമ്മൾ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ ഇതെല്ലാം ഞാൻ കൈ വെച്ചിട്ട് ഒരേ ഷേപ്പിൽ ഒരേ വലുപ്പത്തിൽ തന്നെ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബോൾസ് എടുത്തിട്ട് നേരെ കഴിക്കുക കേട്ടോ, ബോൾസ് കഴിക്കുക. പക്ഷേ ഞാൻ ഈ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ചെറിയൊരു പരിപാടിയും കൂടി അതിൽ നടത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൂസ്റ്റ് ഉണ്ടല്ലോ, കയ്യിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബൂസ്റ്റിൻ്റെ. പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലെ ബൂസ്റ്റിൻ്റെ പൊടി ആക്കിയിട്ടുണ്ട്, ഒരു പ്ലേറ്റിൽ കൊക്കോ പൗഡർ ഇല്ലേ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ടേസ്റ്റ്, ബൂസ്റ്റിൻ്റെ ടേസ്റ്റും ഉണ്ട്, നമ്മൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുമായിട്ട് 2 വിധത്തിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബോൾസ്. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കണം, എന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇനി തണുപ്പിക്കണം എന്നൊന്നുമില്ല, എന്നാലും തണുപ്പിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മിൽക്ക് ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം സൂപ്പർ ടേസ്റ്റി മിൽക്ക് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു.